അളിയാ നിക്കളിയാ നിങ്ങൾ പറഞ്ഞത് കേക്ക് പോവല്ലേ ദാസളിയാ എന്താളിയാ നിങ്ങള് അളിയാ നിക്കളിയാ നിങ്ങളാ ചാർഡാന്നിട്ട് പോളിയാ എന്റെ കുട്ടീന്റെ ചാർഡായിട്ട് നിങ്ങൾ മുടക്കല്ലേ ഒന്ന് പോണേ ദാസളിയാ നിക്കേ നമുക്ക് പരിഹാരം ഉണ്ടാക്കേ. എന്ത് പരിഹാരം ഉണ്ടാക്കണ എന്റെ ആരാടാ ഞാന് എന്റെ ആരാ നിങ്ങളിന്റെ അളിയാ അല്ലേ? ആ എന്റെ മൂത്ത അളിയല്ലേ ഞാന്. ആ എന്നിട്ടാണ് എന്റെ അച്ഛനും മാമനോട് എന്നോട് പണി ചെയ്ത്. അതോ യുവാക്കളിയാ നിങ്ങളെ ചാരടണ് തരി എന്റെ കുട്ടീന്റെ ചാരടായിട്ട് നിങ്ങൾ മുടക്കല്ലേ. എടാ എന്റെ പെങ്ങള് സുന്ദരി ഞാനേ പൊന്നു പോലെയാണ് നോക്കണ, പൊന്നു പോലെ. ഇന്നേ ഒരു കുറവ് ഞങ്ങൾക്ക് വരുത്തിട്ടില്ല. അതറിയോ എനിക്ക്? അതറിയാം നിങ്ങളെ ചാരടണ് തരി. ഈ ദാസം പണി കഴിഞ്ഞ് വരുമ്പോ എന്റെ പെങ്ങക്ക് മുട്ടബജി എന്ന് പറഞ്ഞ മുട്ടബജി, കായബജി എന്ന് പറയുമ്പോ കായബജി. ഇന്നലെ രാത്രി ഓൾക്ക് മുട്ട മുതിർത്തത് വേണം പറഞ്ഞേ ഞരമ്പ് മുറിക്കാൻ പോയപ്പോ ഈ ദാസം കൊത്തുവട്ടയുടെ ഓൾക്ക് വാങ്ങിച്ചു കൊടുത്തത്. അങ്ങയുടെ ഓളെ ഞാൻ നോക്കണത്. എന്നോടാണ് ഒരു പണി ചെയ്തത്. ഇതൊന്നും കുട്ടിൽ ദാസം മറക്കൂല, ചത്താനും മറക്കൂലടാ. അളിയാ പോലളിയാ എന്ത് കഷ്ടത്. എന്താണ് നിങ്ങളെ കുട്ടികളെ പോലെ നിങ്ങൾക്ക് അറിയല്ലേ? കുഞ്ഞാണിയാണ് വിളിക്കണേ. ഇങ്ങോട്ട് വരി, കുഞ്ഞാണിയാണ് വിളിക്കണേ. എന്താ നിങ്ങളെ ഞാനൊരു അളിയനായിട്ടല്ലേ കാണുന്നത്, എൻ്റെ ഏട്ടനെ പോലെയാണ് കാണുന്നത്. എൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂടെ കുട്ടിയല്ലേ. നമുക്ക് നമ്മളെ കുട്ടീൻ്റെ പരിപാടി ഉഷാറാക്കണ്ടേ? നിങ്ങൾ ആ ചാരടം ഇങ്ങോട്ട് തരി. അവർക്ക് വേണ്ടി ഞങ്ങളോട് മാപ്പ് വയ്ക്കുകയാണ്. കുഞ്ഞാനെ എന്റെ മുത്താണ്, ഈ ദാസണ് എന്റെ മുത്താണ്. കുഞ്ഞാണിയെ എനിക്കറിയോ, എൻ്റെ പെങ്ങളുടെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ ചെറിയ കുട്ടിയാ. ഈ തോർത്തിട്ടാണ് അന്ന് ഞാൻ വളർത്തിയത്. ഈ കയ്യിൽ ചെത്രപ്പെട്ടുന്നറിയാം നമുക്ക്. ചൂരിപ്പഴും പോയിട്ടില്ല. അത് എൻ്റെ ഉണ്ടാവില്ല, നിങ്ങൾ തന്നെ ഉണ്ടാവും. വെറുതെ ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കണ്ട അളിയാ. ഇല്ലാത്തൊന്നല്ല, ഉള്ള തന്നെ. പണ്ട് ഞാനും സുന്ദരം കൂടിയിട്ടേ എൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്ന സമയത്ത് അളിയൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു കാര്യം ഈ പായയിൽ മൂത്രയിക്കും. ഒരു ദിവസം ഈ പായയിൽ മൂത്രയിച്ചപ്പോൾ എൻ്റെ അമ്മായിയമ്മ എൻ്റെ മൂത്രത്തിൽ ചൂര് മുക്കിയിട്ട് എന്നെ അടിക്കാൻ വന്നപ്പോൾ അനക്ക് വേണ്ടിയിട്ട് അടി കൊണ്ടവരോടാ ഈ ദാസരളിയൻ. എന്നോടാണ് അവർ പണി ചെയ്തത്. ഇത്രയൊക്കെ പറയാൻ മാത്രം എന്താ ഉണ്ടായേ? എടാ ഈ ഞൗഞ്ഞിക്കുഴി തറവാട്ടിൽ ആയത്തും മരവില്ലടാ ഞാൻ. എൻ്റെ അച്ഛനും ആ കള്ള മാമനും ഇന്നലെ വന്ന മരമൊക്കെ കൂടി സാധനം അടിക്കുമ്പോ ഇന്നൊന്ന് വിളിക്കുക. എന്ത് മര്യാദ അവർക്കൊക്കെ. അളിയാ അത് കാരണമാർക്ക് കൊടുക്കാണ്ട് വെച്ചതാണ്. കാരണവന്മാർക്ക് കൊടുക്കാനുള്ള ഒന്നല്ല, ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ എൻ്റെ മാമന്റെ മടിയിൽ 2 റമ്മിരിക്കണത്. ഈ കുണ്ടിരദാസനെ സാധനം കാണത്തൊന്നല്ല. ഇന്നാലും ഞാൻ പറയാം, എൻ്റെ അച്ഛനൊക്കെ ഒരു മര്യാദ ഉള്ളൂ. ഒരു സാധനം അടിക്കുമ്പോൾ ഇന്നാ മോനൊരു തുള്ളി ചുണ്ട് നനക്കാനുള്ളതെന്ന് പറഞ്ഞ് തരികയാണെങ്കിൽ ഈ ദാസന് എത്ര സന്തോഷം ഉണ്ടാവൂടാ. അളി അങ്ങക്കുള്ളതൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും പോരെ. അതാ എൻ്റെ അച്ഛൻ്റെ തലയേക്കൊണ്ട് വെച്ചാണെന്നായേ. ഇനി ഇജ്ജി കൊണ്ടൊന്നും നക്കാൻ നിൽക്കില്ല ഞാനിവിടെ. ആളെ വിളിച്ചു വരുത്തിയിട്ട് തുള്ളി തരാത്ത പന്നികൾ. അളി അഞ്ചെൻ്റെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞതൊന്നും ആവില്ല കേട്ടോ. പറഞ്ഞാ എന്താ ചെയ്യാ? നിങ്ങൾ വിവരം അറിയും. ഈ ദാസനെ വിവരം അറിയിക്കാൻ ഇട ചെയ്യും. അളി ഞങ്ങൾ കളിക്കാതെ ആ ചരട് തരി. എൻ്റെ കുട്ടീനെ ചരട്ട് നിങ്ങൾ മുടക്കല്ലേ. കുറേ നേരം എൻ്റെ കുട്ടിൻ ചേരും. ചെന്തട നായ കാട്ടി പണി നീ തീർക്കടാ. ഇനി മേലാലി ഭാഗം പരിപാടിയായി എന്റെ തറവാട്ടിൽ കാല് കുത്തിയാലേ എന്റെ അള്ളിയാനാണ് നോക്കൂല, കാലെ തച്ചാണ് കേട്ടടാ. ഞാനേ ആ സുരാ എന്താ അളികളി തമ്മിൽ പരിപാടി? സാധനം കയ്യിലുണ്ടാ? ഹേയ് അതൊന്നല്ലടാ, അളിയന് വീടിന് പാസ്സാണ്. അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കാണ്. എന്താ വിശേഷം? അല്ലടാ സുരേ, ഈ ഒറ്റക്കുള്ളൂ? അമ്മായിന്ന് വന്നിട്ടില്ല? ഇല്ല, അമ്മക്ക് ടൂറ് പോയിക്കാ കുടുംബശ്രീന്ന്. എങ്ങട്? ഗുണാക്കേവ്. ഗുണാക്കേവോ? ഹലോ, ആ ഇതാ വരുന്നുട്ടോ, ഒരു 5 മിനിറ്റ് ഇപ്പൊ വരാട്ടോ. അല്ല നമുക്കിട്ട് പോവല്ലേ? നേരം കുറേ ആയി, പരിപാടി തുടങ്ങണ്ടേ? അളിയാ പോരുന്നില്ലേ? ആടാ ഞാനിതാ വരുന്നേ. ഹേയ് അളിയാടെ പോണ്? വണ്ടിയിൽ സാധനം 2 അടിച്ചിട്ട് പോവാം. ഈ എന്ത് വർത്താനം ഈ പറഞ്ഞത്? ഒരു പരിപാടി നടക്കുമ്പോൾ നമ്മൾ സാധനം അടിക്കുക.
കുഞ്ഞാൻ്റെ കുട്ടി പറഞ്ഞ നമ്മളും കുട്ടിയല്ലേ? അപ്പൊ ഈ പരിപാടി ഭംഗിയാക്കണത് നമ്മളല്ലേ? അപ്പൊ നിങ്ങളല്ലേ സാധനം ഇല്ലാണ്ട് വന്ന കാലത്ത് ചെടിക്കുന്നു പറഞ്ഞേ? ഇപ്പൊ എന്താ കളിയൊക്കെ നിങ്ങള്? ഞാൻ എപ്പോഴാ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. ആ നിങ്ങളാ മൊബൈൽ എടുത്ത് നോക്ക്, വാട്സപ്പിൽ കാണാം. നല്ല വാള് വെച്ചടക്കം എനിക്ക് അയച്ചിട്ടുണ്ട്. ദാസളിയോ, നിങ്ങൾ ആട്ടത്തിന് വന്നിട്ടേ സാധനം കിട്ടാണ്ട് തെറ്റിപ്പോയില്ലേ? എൻ്റെ അച്ഛൻ കണ്ണിൻ്റെ പോലെ അടച്ചിട്ടില്ല. ആ വിഷമം തീർക്കാൻ വേണ്ടേ അച്ഛനാ അമ്മ ഇസാഫിൽ അടയ്ക്കാൻ വെച്ച കാശിട്ടേ ഇപ്പൊ സാധനം വാങ്ങിച്ചത്. ഇതിൻ്റെ അമ്മ അറിഞ്ഞാണല്ലോ അച്ഛൻ ജീവനോടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എടാ സൂരേ, ഞാൻ എന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ ഞൗഞ്ഞിക്കുഴി തറവാട്ടിലെ ആദ്യത്തെ മരവനാ. ഈ കൻ്റെ പറഞ്ഞ വെള്ളടിച്ച് കിറങ്ങി നടക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഇനി ഈ വക പരിപാടിയായിട്ട് ഈ തറവാട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ഇനി 2 കാലം തച്ചണം മുറിക്കും. എന്താ നിങ്ങൾ പറയണേ? ഇത് ഞാൻ പറഞ്ഞല്ല, കുഞ്ഞാണി പറഞ്ഞ. ആ പാർട്സ് ഒന്നുമില്ലടാ. പാർട്സൊക്കെ അച്ഛനും മാമൻ തീർത്ത്. അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. കുഞ്ഞാനിയെ, എന്താളിയാ? എൻ്റെ ഭാര്യനെ പ്രസവിക്കാൻ കൊണ്ടുപോകുമ്പോഴേ എൻ്റെ അച്ഛൻ തന്നെ എന്നോടൊന്ന് വിളിച്ചു പറഞ്ഞ്. ഓളെ പ്രസവം കഴിഞ്ഞ് കുട്ടിൻ്റെ ചരടറ്റലും കഴിഞ്ഞ് എന്നിട്ടാ അപ്പം നിങ്ങൾ ഈ പറയണേ? അനക്ക് എന്നോടൊന്ന് വിളിച്ചു പറയുന്നില്ലേ? നിങ്ങളെ വിളിച്ച് കിട്ടാത്തപ്പോൾ ചേച്ചിനെ വിളിച്ച് പറഞ്ഞില്ലേ? എൻ്റെ പെങ്ങളെ കിട്ടിയത് ഞാനാ. അപ്പം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എൻ്റെ അച്ഛൻ എന്നോട് വിളിച്ചു പറയണം. ഈ കുണ്ടിദാസിനോട് വിളിച്ചു പറയണം. നിങ്ങൾ രണ്ടാളൊരു വീട്ടിലല്ലേ, അപ്പോൾ ഒരാളോട് പറഞ്ഞാൽ പോരെ? അതുപോരാ, എൻ്റെ കുടുംബം നയിക്കണത് ഞാനാ. അപ്പം എന്നോട് എന്നാ പറയണം. എന്നിട്ടിപ്പോൾ ചേച്ചിയാണല്ലോ പണിക്കോണേ. അല്ലെങ്കിലേ ഈ എൻ്റെ തറവാട്ടുകാരും നക്കിയാളടാ നക്കിയാള്. അണക്ക് കിട്ടിയൊന്നും പോരടാ നായേ.